ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഓണാണിത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചിട്ട് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. രാവിലെ തന്നെ ഒരു തട്ടിക്കൊട്ട് പൂക്കളൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെ ഓണക്കോടികളാണ് കേട്ടോ. ഇത് മാത്രമല്ല കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ഇടുന്നതൊക്കെ എൻ്റെ ഓണക്കോടികളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ 2 ദിവസം ഓണം ആഘോഷിക്കാറുള്ളൂ. പിന്നെ എന്തിനാ ഇത്രയധികം ഓണക്കോടി എന്ന് വെച്ചാൽ ഞാൻ പറയും, അച്ഛനമ്മക്ക് ഓണക്കോടി എടുത്തോണ്ടിരുന്ന കാലത്ത് നമുക്ക് ഒരു ഓണക്കോടിയായിരുന്നു എടുത്തോണ്ടിരുന്നത്. അത് നമ്മൾ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇടാൻ നമുക്ക് കോടി ഉണ്ടാവില്ല. അപ്പൊ അന്ന് മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു ഓണാകുമ്പോൾ കുറേ കോടി വേണം. ഓണം മാത്രമല്ല വിഷുവിന് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. എവിടെ, മുമ്പത്തേക്കാൾ ബെറ്ററായി, അത്രമാത്രം. ഉത്രാടം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും അതും എൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. ഞാനിവിടെ ഒരു സദ്യ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ നിന്ന് ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു. ഞങ്ങൾ മലബാറുകാർക്ക് ഓണത്തിന് വിഷുവിനൊക്കെ സദ്യ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞങ്ങൾ ബിരിയാണിയും നോൺ വെജും ഒക്കെ കഴിക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ 3 വീട്ടുകാർക്ക് പ്ലസ് ഞാനും അതും കൂടെ എൻ്റെ വീട്ടിലാണ് ഓണം ആഘോഷിച്ചത്. ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഓഫായി കിടക്കുകയാണ് കേട്ടോ. കണ്ണനാണെങ്കിൽ ഫുൾ ബിസി ആയിരുന്നു. 2 ദിവസം ആയതേ ഉള്ളൂ ലീവ് വന്നിട്ട്, 2 ദിവസം കൂടിയുള്ളൂ ലീവ്. അപ്പം ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.